നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സസ്നേഹം സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡെന്നിസ് ജോസഫ് എഴുതാതെ പോയ ചില തിരക്കഥകളെക്കുറിച്ചാണ്. പ്രേം നസീർ എന്ന സംവിധായകന് വേണ്ടി എഴുതാതെ പോയ ഒരു തിരക്കഥ. മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കേണ്ടിയിരുന്ന 2 സിനിമകളാണ് പ്രേം നസീർ സംവിധാനം ചെയ്യേണ്ടിയിരുന്നത്. നിർഭാഗ്യം പോലെ വന്നു ചേർന്ന ഒരു പനി അദ്ദേഹത്തെ മരണത്തിലേക്ക്, നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ കഥ ഡെന്നിസ് ജോസഫ് വളരെ വികാരനിർഭരമായി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരക്കഥ ശാസ്ത്രത്തിലേക്ക് സ്വാഗതം. ഏതാണ്ട് 385 സിനിമകളിൽ സ്റ്റണ്ട് ത്യാഗരാജൻ മാസ്റ്റർ പ്രേം നസീറിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രേം നസീറിൻ്റെ സ്റ്റണ്ട് രംഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില പ്രശസ്തമായ വാചകങ്ങളുണ്ട്. അതായത്, പ്രേം നസീറിന് സ്റ്റണ്ട് രംഗങ്ങൾ ചെയ്യാൻ അത്ര മെയ്വഴക്കം ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റണ്ട് രംഗങ്ങൾ ഡ്യൂപ്പില്ലാതെ താൻ തന്നെ ചെയ്യാം എന്ന വാശി പലപ്പോഴും പ്രേം നസീർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ത്യാഗരാജൻ മാസ്റ്റർ പറയാറുണ്ട്, അത്തരമൊരു സാഹസികത ഏതായാലും വേണ്ട എന്ന്. ഒരു ദിവസം ഒരു സംഭവമുണ്ടായി. ഹൈദരാബാദിൽ പ്രിയദർശൻ്റെ കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു. പ്രേം നസീറിന് നന്നായി കുതിര ഓടിക്കാൻ അറിയാം. അദ്ദേഹം സ്വയം കുതിര ഓടിച്ചാണ് ആ രംഗം അഭിനയിക്കുന്നത്. വടക്കംപാട്ട് സിനിമകളിലും അദ്ദേഹം ഇങ്ങനെ തന്നെയായിരുന്നു, സ്വയം കുതിര ഓടിച്ചാണ് അഭിനയിച്ചിരുന്നത്. ഡ്യൂപ്പിൻ്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം വാശി പിടിക്കുമായിരുന്നു. എന്നാൽ കടത്തനാടൻ അമ്പാടിയുടെ ലൊക്കേഷനിൽ വെച്ച് അദ്ദേഹം അവിചാരിതമായി കുതിരപ്പുറത്ത് നിന്ന് വീണു. അദ്ദേഹത്തിൻ്റെ 2 വിരലുകൾക്ക് അപകടം പറ്റി. 2 വിരലുകളിൽ ഒടിവുണ്ടായി. അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് വീണ് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ ത്യാഗരാജൻ മാസ്റ്ററോട് പറഞ്ഞു, ത്യാഗരാജൻ മാസ്റ്റർ, ഇനി മുതൽ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നില്ല. അതെന്താണെന്ന് ത്യാഗരാജൻ മാസ്റ്റർ ചോദിച്ചു. പ്രേം നസീറിന് അക്കാലത്ത് ഒരു 55 വയസ്സ് പ്രായമേ ഉണ്ടായിട്ടുള്ളൂ. 55 വയസ്സ് സിനിമയിൽ നിന്ന് വിരമിക്കാനുള്ളൊരു പ്രായമല്ല. അപ്പോൾ ത്യാഗരാജൻ മാസ്റ്ററോട് പ്രേം നസീർ പറഞ്ഞു, പുതിയ തലമുറ കടന്നു വരികയാണ്, ഇനി ഞാൻ പതിയെ മാറിക്കൊടുക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ത്യാഗരാജൻ മാസ്റ്റർക്ക് വ്യക്തമല്ല. ഒരുപക്ഷെ കുതിരപ്പുറത്ത് നിന്ന് വീണ് കൈവിരലുകൾ കൊടിവ് സംഭവിച്ചതാവാം പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നലിന് കാരണം. ഏതായാലും അദ്ദേഹം പിന്നീട് സിനിമകളിൽ അഭിനയിക്കാൻ മെനക്കെട്ടില്ല. അദ്ദേഹത്തിന് സിനിമ സംവിധാനം ചെയ്യാനായിരുന്നു താല്പര്യം. സിനിമാ സംവിധാന മോഹം കലശലായപ്പോൾ അദ്ദേഹം ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനുകളിലേക്ക് യാത്ര ചെയ്തുവെന്ന് ത്യാഗരാജൻ മാസ്റ്റർ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ചില സൂപ്പർ സ്റ്റാറുകളെ കാണുകയായിരുന്നു ലക്ഷ്യം. സിനിമ അക്കാലത്ത് പുതിയ തലമുറയ്ക്ക് വഴിമാറിയിരുന്നു. ആ സിനിമാ താരങ്ങളിൽ പലരും, അതായത് സൂപ്പർ സ്റ്റാറുകളിൽ പലരും അക്കാലത്ത് പ്രേം നസീറിന് ഡേറ്റ് കൊടുക്കാൻ തയ്യാറായില്ല. ഒരു സൂപ്പർ സ്റ്റാർ ത്യാഗരാജൻ മാസ്റ്ററോട് പറഞ്ഞത്രേ, ആ ഓൾഡ് മാൻ്റെ കയ്യിലൊരു കഥയുണ്ട്, ആ കഥയൊക്കെ പഴയ കഥയാണ്, ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു കഥ ചെയ്താൽ ഓടുകയില്ല എന്ന്. നസീർ സാറിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്രത്തോളം മനുഷ്യത്വം ഉള്ള ഒരു മനുഷ്യൻ സിനിമയിലെന്നല്ല ലോകത്ത് തന്നെ കാണുകയില്ല. ഒരു സിനിമ പരാജയപ്പെട്ടാൽ അദ്ദേഹം അതേ നിർമ്മാതാവിന് വീണ്ടും ഒരു ഡേറ്റ് കൊടുക്കും. അപ്പോൾ അദ്ദേഹം പ്രതിഫലം വായിക്കുമായിരുന്നില്ല. ആ 2ാമത്തെ സിനിമ വിജയിപ്പിക്കുക എന്നത് ആ നിർമ്മാതാവിനെക്കാളും കൂടുതൽ താല്പര്യം പ്രേം നസീറിനായിരുന്നു. ഒരു നിർമ്മാതാവിനൊരു സിനിമ പരാജയപ്പെട്ടു എന്ന് തോന്നിയാൽ ആ നിർമ്മാതാവിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതും പ്രേം നസീറിൻ്റെ ശീലമായിരുന്നു. ചില കഥകൾ ചേരുകയില്ല എന്ന് കണ്ടാൽ ഈ കഥ കൊണ്ട് തങ്ങൾക്ക് നഷ്ടം വരും എന്ന് പ്രേം നസീർ നിർമ്മാതാവിനോട് തുറന്നു പറഞ്ഞിട്ടുള്ള പല അനുഭവ കഥകളും നമ്മൾ പിൽക്കാലത്ത് വായിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് സൂപ്പർ താരങ്ങൾ ഡേറ്റ് കൊടുക്കാതിരുന്നത്. അദ്ദേഹം അതിൽ വളരെയേറെ വിഷമിച്ചതായും ത്യാഗരാജൻ മാസ്റ്റർ പിന്നീട് എഴുതിയിട്ടുണ്ട്. താനൊരു പഴഞ്ചനാണെന്നും താൻ ഓൾഡ് മാനാണെന്നും തൻ്റെ കഥയ്ക്കൊരു പഴഞ്ചൻ സ്വഭാവമാണുള്ളതെന്നും പറഞ്ഞ് സൂപ്പർ താരത്തോട് പോലും പ്രേം നസീർ പിണങ്ങിയില്ല. അത്രയേറെ മാന്യനായിരുന്നു പ്രേം നസീർ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥ കൂടിയുണ്ട്. നടൻ സിദ്ദിഖ് ഡെന്നിസ് ജോസഫിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. മലയാളത്തിലെ ചില പ്രശസ്ത സംവിധായകരുടെയും ചില പ്രശസ്ത നടന്മാരുടെയും ശബ്ദത്തിൽ വിളിച്ച് സിദ്ദിഖ് ഡെന്നിസ് ജോസഫിനെ പറ്റിക്കാറുണ്ട്. ഒരു ദിവസം ഒരു ഉച്ചനേരത്ത് എറണാകുളത്തെ വീട്ടിലിരിക്കുമ്പോൾ ഡെന്നിസ് ജോസഫിനൊരു കോൾ വന്നു. ഒരു ഞായറാഴ്ച ഉച്ചയായിരുന്നു അത്. ഡെന്നിസ് ജോസഫാണോ? അതെ എന്ന മറുപടി പറഞ്ഞപ്പോൾ താൻ പ്രേം നസീറാണെന്ന് വിളിച്ചയാൾ പറഞ്ഞു. തന്നെ ഒരു കാരണവശാലും പ്രേം നസീർ വിളിക്കാൻ സാധ്യതയില്ലെന്ന് ഡെന്നിസ് ജോസഫിന് ഉറപ്പായിരുന്നു.
കാരണം പ്രേംനസീറിനെ അദ്ദേഹത്തിന് പരിചയം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഡെന്നിസ് ജോസഫിൻ്റെ ഒരു കാലഘട്ടത്തിലെ നടനായിരുന്നില്ല പ്രേംനസീർ. അദ്ദേഹവുമായി തനിക്ക് യാതൊരു അടുപ്പവുമില്ല. തന്നെ വിളിക്കേണ്ട യാതൊരു കാര്യവും പ്രേംനസീറിനില്ല. മാത്രവുമല്ല, പ്രേംനസീർ അക്കാലത്ത് സിനിമയിൽ സജീവവുമല്ലായിരുന്നു. അങ്ങനെയുള്ള പ്രേംനസീർ തന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഡെന്നിസ് ജോസഫ് സ്വാഭാവികമായും സംശയിക്കും. ഡെന്നിസ് ജോസഫ് തന്നെ പറ്റിക്കരുതെന്നും പറഞ്ഞ് ഒരു ചെറിയ ചീത്തയും പറഞ്ഞ് ആ ഫോണങ്ങ് വച്ചു. വീണ്ടും ഫോൺ വന്നു. താൻ പ്രേംനസീറാണെന്ന് വീണ്ടും പറയുകയാണ്. അപ്പോഴും ഡെന്നിസ് ജോസഫിന് അറിയാമായിരുന്നു ഇത് സിദ്ദിഖ് വിളിച്ച് തന്നെ പറ്റിക്കുകയാണെന്ന്. സിദ്ദിഖ് അതേ ആഴ്ച തന്നെ പലവട്ടം തന്നെ പ്രശസ്തരായ നടീനടന്മാരുടെ പേരിൽ വിളിച്ച് തന്നെ പറ്റിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രേംനസീറിനോട് അല്പം ക്ഷുഭിതനായി സംസാരിച്ചു. എന്നെ എന്തിനാണ് ഇങ്ങനെ വിളിച്ച് പറ്റിക്കുന്നതെന്ന് ചോദിച്ചു. പ്രേംനസീർ ഫോൺ വെച്ചു. മൂന്നാമതും കോൾ വന്നു. മൂന്നാമതും ഇതേ മട്ടിൽ തന്നെ സംസാരിച്ചു. നാലാമതും ഫോൺ വന്നെങ്കിലും ഡെന്നിസ് ജോസഫ് ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായില്ല. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കൊച്ചിക്കാരൻ അഹമ്മദ് കുട്ടിയുടെ ഫോൺ ഡെന്നിസ് ജോസഫിന് വന്നു. പനമ്പള്ളി നഗറിലെ മനോരമ ഓഫീസിനടുത്താണ് അഹമ്മദ് കുട്ടി താമസിക്കുന്നത്. അദ്ദേഹം സിനിമാക്കാരുടെ എല്ലാം പൊതു സുഹൃത്താണ്. അഹമ്മദ് കുട്ടിയുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: എന്തിനാണ് ഡെന്നിസെ താൻ പ്രേംനസീറിനെ ചീത്ത വിളിച്ചതെന്ന്. താൻ പ്രേംനസീറിനെ തെറി വിളിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ താൻ വിളിച്ച തെറിയല്ല ഞാൻ കേട്ടു എന്നായിരുന്നു അഹമ്മദ് കുട്ടിയുടെ മറുപടി. സോറി പറഞ്ഞ ശേഷം ഡെന്നിസ് ജോസഫ് ഉടനെ തന്നെ പ്രേംനസീറിനെ ഫോണിൽ വിളിച്ചു. പ്രേംനസീർ വളരെ സന്തോഷപൂർവ്വം പ്രസന്നവദനായി ഫോണെടുത്തു. അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: ഡെന്നിസിനെ ആരോ വിളിച്ചു പറ്റിച്ചതെന്നല്ലേ ഡെന്നിസ് കരുതിയത്? എനിക്ക് തന്നോട് യാതൊരു വിഷമവുമില്ല. പക്ഷേ തന്നെ കാണാനാണ് ഞാൻ എറണാകുളത്ത് വന്നിരിക്കുന്നത്. എനിക്ക് അത്യാവശ്യമായി തന്നെ ഒന്ന് കാണണം. എവിടെയാണ് വീടെന്നും ഡെന്നിസ് ജോസഫിനോട് പ്രേംനസീർ ചോദിച്ചു. അപ്പോൾ ഡെന്നിസ് ജോസഫ് നൽകിയ മറുപടി ഇതായിരുന്നു: ഒരു കാരണവശാലും സാർ എൻ്റെ വീട്ടിലേക്ക് വരരുത്. ഞാൻ സാർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരാം എന്ന്. എന്താ, ഞാൻ വീട്ടിൽ വന്നാൽ ഇഷ്ടപ്പെടില്ലേ എന്നായിരുന്നു അടുത്ത ചോദ്യം. വീട്ടിൽ വന്നാൽ ഇഷ്ടപ്പെടാത്തതല്ല, പക്ഷേ സാർ എന്നെ വന്ന് കാണുന്നത് ശരിയല്ല. ഞാൻ സാറിനെ വന്ന് കണ്ടോളാം എന്നായിരുന്നു ഡെന്നിസിൻ്റെ മറുപടി. നസീർ സാർ അഹമ്മദ് കുട്ടിയുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. ഡെന്നിസ് ജോസഫ് വളരെ പെട്ടെന്ന് അഹമ്മദ് കുട്ടിയുടെ വീട്ടിലെത്തി. ഡെന്നിസ് ജോസഫിനെ അദ്ദേഹം ഊണ് കഴിക്കാൻ ക്ഷണിച്ചു. പക്ഷേ ഊണ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇരുവരും കാര്യത്തിലേക്ക് കടന്നു. ഡെന്നിസ് ജോസഫിനെ കാണാൻ പ്രേംനസീർ എറണാകുളത്തെത്തിയതിന് പിന്നിൽ വളരെ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. പ്രേംനസീർ 2 സിനിമകൾ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. ഒരെണ്ണത്തിൽ മോഹൻലാലാണ് അഭിനയിക്കുന്നത്. അദ്ദേഹം ഡേറ്റ് നൽകി കഴിഞ്ഞു. മറ്റൊന്നിൽ മമ്മൂട്ടി അഭിനയിക്കണം എന്നാണ് പ്രേംനസീറിൻ്റെ ആഗ്രഹം. മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ശ്രീനിവാസനാണ് തിരക്കഥ തയ്യാറാക്കുന്നത്. മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ഡെന്നിസ് ജോസഫ് തിരക്കഥ തയ്യാറാക്കണം എന്ന് പ്രേംനസീർ ആവശ്യപ്പെട്ടു. അതോടൊപ്പം രസകരമായ മറ്റൊരു കഥയും പറഞ്ഞു. ന്യൂഡൽഹി പോലെ ഉള്ള ഹെവി ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതുന്ന ഡെന്നിസ്, എനിക്ക് അത്തരം ചിത്രങ്ങളൊന്നും എഴുതി തരരുത്. അത്തരം തിരക്കഥകൾ താങ്ങാനുള്ള ശക്തി എനിക്കില്ല. ഞാനൊരു പഴയ നടനും പഴയ സംവിധായകനുമാണ്. അതിനാൽ ലൈറ്റായിട്ടുള്ള ഒരു കഥ മതി മമ്മൂട്ടിക്കായി ഡെന്നിസ് എഴുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഡെന്നിസ് ജോസഫിന് അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ ആഹ്ലാദിച്ചു പോയി. പ്രേംനസീറിനെ പോലെ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഒരു നടനാണ് തന്നോട് തിരക്കഥ ആവശ്യപ്പെടുന്നത്. അത് മമ്മൂട്ടി നായകനാകുന്ന ഒരു ചിത്രത്തിലേക്ക്. മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് അതിനു മുമ്പ് തന്നെ ശ്രീനിവാസന് അദ്ദേഹം അഡ്വാൻസ് കൊടുത്തിരുന്നു. പിന്നെ വൈകിയില്ല, വളരെ പെട്ടെന്ന് തന്നെ പ്രേംനസീർ തൻ്റെ പെട്ടി തുറന്ന് ചെക്ക് ബുക്ക് എടുത്ത് ഡെന്നിസ് ജോസഫിന് ഒരു ചെക്ക് ഒപ്പിട്ട് കൊടുത്തു. മേടിക്കൂ എന്ന് പ്രേംനസീർ പറഞ്ഞു. വിറയാർന്ന കൈകളോടെ ഡെന്നിസ് ജോസഫ് ആ ചെക്ക് ഏറ്റുവാങ്ങിയ ശേഷം 2 കൈയും കൊണ്ട് തൊഴുത ശേഷം പ്രേംനസീറിനോട് പറഞ്ഞു: സാറിൻ്റെ കയ്യിൽ നിന്ന് ഈ ചെക്ക് വാങ്ങാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം മാത്രമാണ്. പക്ഷേ പ്രേംനസീർ എന്ന മഹാനടൻ്റെ കയ്യിൽ നിന്നും തിരക്കഥയ്ക്കായി അഡ്വാൻസ് വാങ്ങാൻ വലിയ തിരക്കഥാകൃത്തല്ല ഞാൻ. അതിനാൽ ഈ അഡ്വാൻസ് അങ്ങ് തിരികെ കൈപ്പറ്റണം. അങ്ങാണ് ഈ 2 ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്. ഈ ചിത്രം നിർമ്മിക്കുന്നത് മറ്റൊരു നിർമ്മാതാവാണെങ്കിൽ തീർച്ചയായും ഞാൻ അങ്ങയുടെ കയ്യിൽ നിന്നും പ്രതിഫലം വാങ്ങും. എന്നാണ് മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടുന്നതെന്ന് അറിയിച്ചാൽ അന്ന് താൻ തിരക്കഥ തയ്യാറാക്കി തരാമെന്ന വാക്കും ഡെന്നിസ് ജോസഫ് പ്രേംനസീറിന് കൊടുത്തു. പ്രേംനസീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നേരത്തെ ത്യാഗരാജൻ മാസ്റ്റർ പറഞ്ഞ ആ അനുഭവം നമുക്ക് മുമ്പിലുണ്ടല്ലോ. മോഹൻലാലിൻ്റെ ഡേറ്റ് മാത്രമാണ് അപ്പോഴും പ്രേംനസീറിൻ്റെ കയ്യിൽ ഭദ്രമായി ഉണ്ടായിരുന്നത്. മോഹൻലാലിൻ്റെ ചിത്രം ആദ്യം, പിന്നീട് മമ്മൂട്ടിയുടെ ചിത്രം എന്നായിരുന്നു പ്രേംനസീറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. നസീർ സാർ വികാരഭരിതനായി പറഞ്ഞു: ഡെന്നിസെ, എനിക്ക് താങ്കളെ വല്ലാതെ ഇഷ്ടമായി. ശ്രീനിവാസനും എന്നോട് ഇത് തന്നെയാണ് പറഞ്ഞത്. എന്നെപ്പോലൊരു പഴയ ആൾ
നിങ്ങളെപ്പോലുള്ള പുതിയ ആളുകളെ കാണാൻ വരുമ്പോൾ നിങ്ങൾ ഇത്രയും സ്നേഹത്തോടു കൂടി എന്നോട് ഇടപെടുക, എന്നോട് ഇത്രയും സ്നേഹത്തോടു കൂടി സംസാരിക്കുക, എൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിക്കാതിരിക്കുക. ശ്രീനിവാസനും എൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയില്ല. പകരം ഞാൻ എപ്പോൾ ആവശ്യപ്പെട്ടാലും തിരക്കഥ എഴുതി തരാം എന്ന വാക്ക് ശ്രീനിവാസനും നൽകിയിട്ടുണ്ട്. ഡെന്നിസും ഇപ്പോൾ അതേ കാര്യം തന്നെ പറയുന്നു. എൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷഭരിതമാണ് ഡെന്നിസെ എന്ന് പ്രേംനസീർ സാർ കണ്ണ് നിറഞ്ഞ് പറഞ്ഞു. ഒരു വലിയ മനുഷ്യൻ്റെ മുമ്പിൽ തീരെ ചെറുതായി പോവുകയായിരുന്നു ഡെന്നിസ് ജോസഫ്. കാരണം മലയാള സിനിമയെ താങ്ങി നിർത്തിയ ഒരു കൂട്ടം നിർമ്മാതാക്കൾക്ക് ജീവനും വായുവും കൊടുത്തയാളാണ് പ്രേംനസീർ. ഒരു നിർമ്മാതാവിൻ്റെ ഭാഗത്ത് ഒരു പിഴവുണ്ടാകുമ്പോൾ, ആ സിനിമ പൊളിയുമ്പോൾ അദ്ദേഹം വീണ്ടും അയാൾക്ക് ഡേറ്റ് കൊടുത്ത് അയാളുടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. സത്യത്തിൽ താരാശങ്കർ ബാനർജിയുടെ ജീവൻ മഷായി എന്ന കഥാപാത്രത്തെ പോലെയായിരുന്നു പ്രേംനസീർ നമ്മുടെ സിനിമക്കാർക്ക്. അദ്ദേഹം എല്ലാ നിർമ്മാതാക്കൾക്കും മൃതസഞ്ജീവനിയായിരുന്നു. താൻ കാരണം ഒരു നിർമ്മാതാവും ബുദ്ധിമുട്ടരുതെന്ന ആഗ്രഹം മാത്രമാണ് പ്രേംനസീറിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ ആ മനുഷ്യത്വവും സ്നേഹവും കാരുണ്യവും പ്രേംനസീർ കാത്തു സൂക്ഷിച്ചു എന്ന കാര്യത്തിൽ ലോകം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണമിക്കട്ടെ. നസീർ സാറിനോടൊപ്പം ഊണ് കഴിച്ച അഹമ്മദ് കുട്ടിയുടെ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ ഡെന്നിസ് ജോസഫിൻ്റെ മനസ്സ് വല്ലാതെ വികാരഭരിതമായിരുന്നു. അദ്ദേഹത്തിന് ആ കൂടിക്കാഴ്ച ഒരിക്കലും മറക്കാനാവില്ല. പ്രേംനസീറുമായുള്ള അദ്ദേഹത്തിൻ്റെ അവസാന കൂടിക്കാഴ്ചയായിരുന്നു അത്. എങ്ങനെയെങ്കിലും പ്രേംനസീർ സാറിൻ്റെ സിനിമ നടക്കണേ എന്ന ആഗ്രഹം മാത്രമാണ് ഡെന്നിസ് ജോസഫിനുണ്ടായിരുന്നത്. മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടി ഒരു നല്ല സിനിമയായി അത് മാറണമെന്ന ആഗ്രഹം ഡെന്നിസ് ജോസഫിനുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു പ്രേംനസീറിനും. പക്ഷേ 6 മാസത്തിനകം പ്രേംനസീർ അന്തരിച്ചു. അദ്ദേഹത്തെ പനിയാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്, നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഒരു സംവിധായകനായി മാറണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം നമ്മുടെ ലോകത്തു നിന്നും വിട പറഞ്ഞത്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും നടത്തിയ പ്രസംഗങ്ങൾക്കൊടുവിലാണ് അദ്ദേഹത്തിന് പനി ബാധിച്ചത്. അത് ഇൻഫെക്ഷനായി മാറുകയും ചെന്നൈയിൽ ആശുപത്രിയിൽ വളരെ നാൾ ചികിത്സിക്കുകയും ചെയ്തു. പ്രേംനസീർ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് വാർത്തകൾ പരന്നു. ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ശക്തിക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ദൈവം അദ്ദേഹത്തെ നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഡെന്നിസ് ജോസഫ് ഒരുപാട് തിരക്കഥകൾ എഴുതിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രേംനസീറിന് വേണ്ടി എഴുതാതെ പോയ ആ തിരക്കഥയുടെ വേദനകൾ അദ്ദേഹം മരിക്കുന്നതുവരെയും ഉണ്ടായിരുന്നു. ഡെന്നിസ് ജോസഫിൻ്റെ ഈ തിരക്കഥാനുഭവത്തോടുകൂടി, വളരെ വ്യത്യസ്തമായ ഈ തിരക്കഥാനുഭവത്തോടുകൂടി തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും അടുത്തിരക്കം കാണുന്നതുവരെ നന്ദി, നമസ്കാരം.